Hi all, I am Vishnu Anil from Examits. So today we are going to discuss a topic boats and streams from the topic time and distance. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ടും നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ കുറച്ച് ഡീവിയേഷൻസ് വരുന്നുണ്ട്, കുറച്ച് ഡിഫറൻസസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്ന ബേസിക് ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ ബേസിക് ടേംസ് included in the topic boats and streams. Okay, so first you can see the term is downstream motion. എന്താണ് downstream motion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കറിയാം ബോട്ടും സ്ട്രീമും ആണ് ഉള്ളത്. ഓക്കെ, സോ ബോട്ടും സ്ട്രീമും ഒരേ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം മോഷൻ. ഓക്കെ, ഇഫ് ദ മോഷൻ ഓഫ് ദ ബോട്ട് ഓർ ദ സ്വിമ്മർ, സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സ്വിമ്മർ ഓൾസോ. സോ ഇഫ് ദ മോഷൻ ഓഫ് ദ ബോട്ട് ഓർ ദ സ്വിമ്മർ ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്ട്രീം, ദെൻ സച്ച് മോഷൻ ഈസ് നോൺ ആസ് ഡൗൺ സ്ട്രീം മോഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ടേം എന്താ നമ്മൾ പറഞ്ഞത്? ഡൗൺ സ്ട്രീം മോഷൻ എന്താണെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അപ്സ്ട്രീം മോഷൻ എന്താണെന്നാണ്. അപ്സ്ട്രീം മോഷൻ. സോ ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഡൗൺ സ്ട്രീം മോഷൻ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് അപ്സ്ട്രീം മോഷൻ. അപ്സ്ട്രീം മോഷനിൽ നമ്മൾ നേരത്തെ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഇൻവേഴ്സ് പാർട്ടാണ് വരിക. ദാറ്റ് ഈസ് ബോട്ട് ആൻഡ് സ്ട്രീം, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ബോട്ട് വിൽ ബി മൂവിങ് ആൻഡ് സ്ട്രീം വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദ ബോട്ട് വിൽ ബി എഗെയിൻസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്ട്രീം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ അപ്സ്ട്രീം മോഷൻ. സോ രണ്ട് ടേംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഈസ് ഡൗൺ സ്ട്രീം മോഷൻ ആൻഡ് അനദർ വൺ ഈസ് അപ്സ്ട്രീം മോഷൻ. സോ ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിനോട്ടേഷൻ കൊടുക്കാൻ പറ്റും. ആ ഡിനോട്ടേഷനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും വൈ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സ്ട്രീമും ആണെങ്കിൽ ദെൻ വി ക്യാൻ സേ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം, അതല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ ആണ്. എന്തൊക്കെയാണ് ബേസിക് ടേംസ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ. ഡൗൺ സ്ട്രീം മോഷൻ എന്താണ്, അപ്സ്ട്രീം മോഷൻ എന്താണ്, ഡൗൺ സ്ട്രീം സ്പീഡ് എന്താണ്, അപ്സ്ട്രീം സ്പീഡ് എന്താണ്, പിന്നെ രണ്ട് ബേസിക് ടേംസ് ആയ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം. ഓക്കെ, സോ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും സ്പീഡ് ഓഫ് സ്ട്രീമിൻ്റെയും കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡൗൺ സ്ട്രീം സ്പീഡ് അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു എന്ന് പറയുന്നത്, യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സ്പീഡാണ്. ദെൻ വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സ്പീഡായിട്ടും വി എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്പീഡായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ് ഇതിൽ നിന്ന് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും സ്പീഡ് ഓഫ് സ്ട്രീമും നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം ഫ്രം ദിസ് ഇക്വേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ആസ് സെക്കൻഡ് ഇക്വേഷൻ. സോ സോൾവ് ദിസ്, you will get x is equal to half into u plus v. X is equal to half into u plus v and y is equal to half into v minus u. So you will get the two equations as x is equal to half into u plus v and y is equal to half into u minus v. ഇതാണ് ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീമിനെ നമ്മൾ u km/h എന്നും കൊടുത്തിട്ടുണ്ട്. അപ്സ്ട്രീം സ്പീഡിനെ നമ്മൾ v km/h സ്പീഡ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറും സ്പീഡ് ഓഫ് സ്ട്രീമും കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഫൈനൽ ഒരു തിയറി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് km/h ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്പീഡ് ഓഫ് സ്ട്രീമിനെ നമ്മൾ y km/h ആണ് ഡിനോട്ട് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ഒരാൾ ഒരു പോയിന്റ് എയിൽ നിന്ന് ഒരു പോയിന്റ് ബിയിലേക്ക് പോവാണ്. ഓക്കെ, പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോകുമ്പോൾ ഇയാൾ ഇതാ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഞാനൊരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇയാൾ പോകുന്നത് ഏത് മോഷനാണ്?
ഡൗൺ സ്ട്രീം മോഷനാണ്, കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ അതൊരു അപ്സ്ട്രീം മോഷനാണ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബിനെ നമുക്ക് സ്മോൾ ഡി ആയിട്ട് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇയാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി തിരിച്ച് എയിലേക്ക് തന്നെ ഫിനിഷ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് കൺസിഡർ ആസ് ടി അവേഴ്സ്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഡി ആണെന്ന് കൺസിഡർ ചെയ്യുക. ഡി കിലോമീറ്റർ ഓർ ഡി മീറ്റേഴ്സ്. സോ ഡി ആണെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ടൈം ഫോർ റീച്ചിങ് ഫ്രം എ ടു ബി ആൻഡ് അഗെയിൻ ഫ്രം ബി ടു എ എന്ന് പറയുന്ന ടോട്ടൽ ടൈമിനെ നമുക്ക് ടി എന്നാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഈ രീതിയിലായിരിക്കും. ഡി ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് ഡി ബൈ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. സോ ഇതെപ്പോഴും യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? അവേഴ്സിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ സ്പീഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. സോ ദ ടൈം യൂണിറ്റ് വിൽ ബി ഇൻ അവേഴ്സ്. ഓക്കെ, അപ്പോൾ തിയറി പാർട്ടുകൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബേസിക് ടേംസ് മറക്കരുത്. കാരണം പ്രോബ്ലംസിൽ എല്ലാറ്റിലും ഈ ബേസിക് ടേംസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാറ്റിലും നമുക്ക് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് സ്ട്രീം എന്നൊന്നും എഴുതി എത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്ത് യൂസ് ചെയ്യാം? യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എക്സ് ആൻഡ് വൈ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ യൂസ് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം മോഷൻ. ഇറ്റ് ഈസ് എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം സ്പീഡ് ഈസ് എക്സ് പ്ലസ് വൈ ആൻഡ് അപ്സ്ട്രീം സ്പീഡ് ഈസ് എക്സ് മൈനസ് വൈ. ഓക്കെ, സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: ടോട്ടൽ ടൈം ടേക്കൺ ബൈ എ ബോട്ട് ട്രാവലിംഗ് ഫ്രം എ ടു ബി, ദാറ്റ് ഈസ് ഫ്രം എ പോയിന്റ് എ ടു ബി ആൻഡ് അഗെയിൻ ഫ്രം ബി ടു എ ഈസ് 1 hour 4 minutes. ഓക്കെ, ദെൻ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുള്ളത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് ഗിവൺ ആസ് 12 km/h ആൻഡ് സ്പീഡ് ഓഫ് കറന്റ് ഈസ് 3 km/h. ഈ ചാപ്റ്ററിൽ ചിലപ്പോൾ സ്ട്രീം എന്നും കറന്റ് എന്നും പറഞ്ഞേക്കാം. അപ്പോൾ കറന്റ് എന്ന് പറയുന്നത് അവർ കൺസിഡർ ചെയ്തേക്കുന്നത് ഇതേ സ്ട്രീമിനെ തന്നെയാണ്. ഓക്കെ, സോ സ്പീഡ് ഓഫ് കറന്റ് ഈസ് 3 km/h. സോ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ രണ്ട് പോയിന്റ്സ് എ ആൻഡ് ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഏത് വരും? കിലോമീറ്റർ വരുമോ, മീറ്റർ വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇതിൽ ടൈമിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവേഴ്സ് ആണ്. അതുപോലെ തന്നെ സ്പീഡിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് km/h ആണ്. സോ ഏതാണ് യൂണിറ്റ് വരാൻ നിങ്ങൾക്ക് സാധ്യത തോന്നുന്നത്? കിലോമീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് വരാം. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു ബേസിക് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. ഒരു റെപ്രസെൻറ്റേഷൻ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഹൗ ടു സോൾവ് ദിസ് ഇക്വേഷൻ? സോ ഫസ്റ്റ് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ടോട്ടൽ ടൈം ടേക്കൺ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്കും വരണം. സോ ഒരു മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൗൺ സ്ട്രീം മോഷനും ആയിരിക്കും. അടുത്ത മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്സ്ട്രീം മോഷൻ ആയിരിക്കും. Clear? So downstream motion and upstream motion. So from here to here and again from here to here. Clear? So downstream motion നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് d by x plus y plus d by x minus y is equal to t. Okay, so d by x plus y plus d by x minus y is equal to t. നമ്മളത് ആ ബേസിക് തിയറി കൺസെപ്റ്റ്സ് പറഞ്ഞപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ ഗിവൺ ടേംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. എന്താണ് നമുക്ക് അൺനോൺ ടേം ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. സോ എന്തൊക്കെ ഇവിടെ തന്നിട്ടുള്ളത്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 12 km/h ആണ്. സോ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ x is given as 12 km/h. Okay, so next term is given is the speed of the current or the speed of the stream. So we can write y is equal to 3 km/h. ഇപ്പോൾ രണ്ട് ടേംസ് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും എന്താണ് അൺനോൺ ഉള്ളത്. നമുക്ക് നോക്കാം. ടി ഓൾസോ ഈസ് ഗിവൺ. സോ ടി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 hour 4 minutes ആണ്. 1 hour 4 minutes. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടൈം സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് km/h ആണെങ്കിൽ ടൈമിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം? ഫുള്ളി അവേഴ്സിലായിരിക്കണം. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് 1 hour 4 minutes കംപ്ലീറ്റ്ലി ടു അവേഴ്സ്.
1 hour 4 minute എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഏതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം, അവേഴ്സിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. സോ 1 hour 4 minute നമുക്ക് എങ്ങനെയാണ് അവേഴ്സിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. സോ 1 hour കീപ് ഇറ്റ് ആസ് 1 itself. പിന്നെ 4 minute നമുക്ക് എങ്ങനെയാണ് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഹൗ ടു കൺവേർട്ട്, ദാറ്റ് ഈസ് 4/60. നിങ്ങൾക്കറിയാം 1 hour is 60 minutes. So 4 minutes when it is converted to hours it will become 4/60. സോ നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഫോർമാറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, സോ 1/4/60 എന്നാണ് വരിക. ഇതിൽ 4ഉം 60 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ ഇവിടെ 1 times ആൻഡ് ദിസ് ഈസ് 15 times. സോ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/15 എന്നായിരിക്കും. ഈ 1/15 നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിനെ മാറ്റിയിട്ട് ഏത് ഫോർമാറ്റിലേക്ക് മാറ്റാം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റാം. ഓക്കെ, സോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം. സോ 15 into 1 plus 1 whole divided by 15. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 16/15 എന്ന് കിട്ടും. ഓക്കെ, സോ ടിയുടെ വാല്യൂ എന്താ കിട്ടുന്നത്, 16/15. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡിയുടെ വാല്യൂ നമുക്കറിയില്ല, സോ ഡി എന്ന് തന്നെ കൊടുക്കാം, ബൈ എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എത്രയാണ്, 12 + 3. 12 + 3 is 15 പ്ലസ് ഡി ബൈ എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ ഈസ് 12 - 3. 12 - 3യുടെ വാല്യൂ എത്രയാണ്, 9. സോ ദിസ് ഈസ് ഈക്വൽ ടു ടിയുടെ വാല്യൂ എത്രയാണ് വരിക, 16/15 എന്നാണ് നമുക്ക് നേരത്തെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 16/15. സോ d/15 പ്ലസ് d/9 ഈസ് ഈക്വൽ ടു 16/15. ഇനി നമ്മൾ സിംപ്ലിഫിക്കേഷൻ ഫോർമാറ്റിൽ സോൾവ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്താ ചെയ്യേണ്ടത്, 15ഉം 9ഉം ഫ്രാക്ഷനിൽ ഇങ്ങനെ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് നമുക്ക് സെയിം ആക്കണം. സെയിം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, LC എടുക്കണം. സോ 9ൻ്റെയും 15ൻ്റെയും LC എത്ര വരിക, ട്രൈ നോക്കിയേ. സോ 9, 15 LCM ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത് ഏതിലാണ് ഡിവിസിബിൾ ആവുകയെന്ന് ചെക്ക് ചെയ്യുക. സോ 3ൽ ഡിവിസിബിൾ ആയിരിക്കും. സോ ദിസ് ഈസ് 3 and 5. ഇനി ഇതിൽ കോമൺ ടേം എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടേംസിനെയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 3 × 3 × 5 എന്ന് കിട്ടും. സോ 3 × 3 × 5 എന്ന് പറയുമ്പോൾ 45 എന്നായിരിക്കും കിട്ടുക. ഇപ്പോൾ LCM വാല്യൂ ഇപ്പോൾ എത്ര കിട്ടിയിട്ടുള്ളത്, 45 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രാക്ഷൻ്റെ കോമൺ ഡിനോമിനേറ്റർ 45 ആക്കി മാറ്റാം. ഓക്കെ, സോ 15നെ 45 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 3. സോ നെക്സ്റ്റ് ഹൗ ടു കൺവേർട്ട് ദിസ് 9 to 45. 9നെ 45 ആക്കാൻ എന്ത് ചെയ്യണം, 9 × 5 again d × 5. ഓക്കെ, സോ now you got an equation like this, 3d/45 plus 5d/45 is equal to 16/15. 16/15. Now you can see രണ്ട് ടേംസിലും കോമൺ ഡിനോമിനേറ്റേഴ്സ് വന്ന് കാണാൻ പറ്റും. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. സോ 3d + 5d എന്ന് പറയുമ്പോൾ എത്ര വരും, 8d/45 is equal to 16/15. 8d/45 is equal to 16/15. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഡി സോൾവ് ചെയ്തെടുക്കാമല്ലോ. ഡി സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കറിയാം 8 and 16 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം 2 times, ആൻഡ് 15 and 45 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 times. സോ ഡിയുടെ വാല്യൂ എന്ത് കിട്ടും, ഡി ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. 6ൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, 6ൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ ആയിരിക്കും. കാരണം ഇവിടെ ടൈമിൻ്റെ യൂണിറ്റ് അവറും സ്പീഡിൻ്റെ യൂണിറ്റ് km/h ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡിയുടെ യൂണിറ്റ് എന്തായിരിക്കും, 6 കിലോമീറ്റർ എന്നായിരിക്കും വരിക. സോ യൂണിറ്റ് വിൽ ബി ഇൻ കിലോമീറ്റേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഗിവൺ ടേംസ് എന്താണെന്ന് എടുത്ത് എഴുതുക. ഗിവൺ ടേംസ് എടുത്ത് എഴുതി അതിനൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പാറ്റേൺ പോലെ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അതിൻ്റെ ഫൈനൽ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ.
ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എ ബോട്ട് റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 34 km/h ഡൗൺ സ്ട്രീം കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 4.8 km in 8 minutes. The same boat while running upstream at same speed covers the same distance in 9 minutes. What is the speed of the current? കറണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്പീഡ് ഓഫ് സ്ട്രീം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സ്പീഡ് ഓഫ് സ്ട്രീം തന്നെയാണ്, സ്പീഡ് ഓഫ് കറണ്ട് ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, സോ ഈ പറഞ്ഞ രണ്ട് ലൈൻസിന് നമുക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. സോ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ ദിസ്? എ ബോട്ട് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 34 km/h ഡൗൺ സ്ട്രീം കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 4.8 km in 8 minutes. സോ ഇവിടെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ള മോഷൻ ഏതാണ്? ഡൗൺ സ്ട്രീം മോഷനാണ്. ഡൗൺ സ്ട്രീം മോഷന് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡിന് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x+y ആണോ x-y ആണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? x+y ആണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? x+y. x+y എന്ന് പറയുന്നത് എന്താണ്? x+y എന്ന് പറയുന്നത് എന്താ? ശരിക്കും സ്പീഡാണ്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 4.8 km. സോ 4.8 ബൈ ടൈം. ടൈം ഈസ് ഗിവൺ ഇൻ മിനിറ്റ്സ്. പക്ഷേ കിലോമീറ്ററിന് നമ്മൾ എപ്പോഴും സ്പീഡിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ km/h എന്നാണ് പറയാറ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് 8 minutes into hours. സോ ദിസ് വിൽ ബി 8/60. ഇത്രയും വരെ ഫസ്റ്റ് ലൈൻ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, സോ x+y ഈസ് ഈക്വൽ ടു 4.8 ബൈ 8/60. ഇതൊന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ x+y ഈസ് ഈക്വൽ ടു 4.8 ഇൻറ്റു 60/8. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം, നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. 4.8/8 എന്ന് പറയുമ്പോൾ 0.6 ആയിരിക്കും വരിക. 0.6 ഇൻറ്റു 60 എന്ന് കിട്ടും. 0.6 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരിക? 36 എന്ന് കിട്ടും. ദാറ്റ് ഈസ് x+y ഈസ് ഈക്വൽ ടു 36. നമുക്കിത് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? x+y ഈസ് ഈക്വൽ ടു 36. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഒരു ലൈൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ്. സോ അതേപോലെ സെക്കൻഡ് ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടാൻ നോക്കാം. സോ x-y ഈസ് ഈക്വൽ ടു എന്താണ്? സെയിം ഡിസ്റ്റൻസ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4.8 ബൈ 9/60. ഓക്കെ, സോ x-y ഈസ് ഈക്വൽ ടു എന്ത് വരും? 4.8 ഇൻറ്റു 60/9. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ. ഇത് 3 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ ഇഫ് ദിസ് ഇസ് 3 ടൈംസ് ഇവിടെ 20 എന്ന് വരും. എഗെയിൻ ഈ 4.8 3 ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ 4.8 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 1.6 എന്ന് വരും. സോ 1.6 ഇൻറ്റു 20 എന്ന് കിട്ടും. 1.6 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരിക? 32. സോ x-y ഈസ് ഈക്വൽ ടു 32. സോ ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. x+y ഈസ് ഈക്വൽ ടു 36 ആൻഡ് x-y ഈസ് ഈക്വൽ ടു 32. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ്, രണ്ട് അൺനോൺ ആണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് y. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ x-y ഈസ് ഈക്വൽ ടു 32. സോ ഇക്വേഷൻ നമ്പർ 2. So solving, what you will get? This will get minus and this will be plus and this will be minus. So 2y is equal to 4 and y is equal to 2 km/h. So speed of stream in the value and the speed of stream value will be 2 km/h. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ ഡൗൺ സ്ട്രീം സ്പീഡിന് ഇക്വേഷൻ ഉണ്ടാക്കി. സെക്കൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അപ് സ്ട്രീം സ്പീഡിന് ഇക്വേഷൻ ഉണ്ടാക്കി. സോ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തു. അതിൽ എന്താണ് നമ്മൾ റിക്വയർമെൻറ്റ് എന്ന് നോക്കുക. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്നായിരുന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യണം. സോ ഹിയർ ദ ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ കറന്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ വൈ. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടിയിട്ടുള്ളത്? y ഈസ് ഈക്വൽ ടു 2 km/h. ഓക്കെ.